അസ്സലാമു അലൈക്കും. മുതഅല്ലിമീങ്ങളും മറ്റു മുഅ്മിനീങ്ങളും കേൾക്കാൻ വേണ്ടി ഹദീസിൽ വലിയതായ വിഷയങ്ങൾ തന്നെ പറഞ്ഞു കാണാം. സുന്നത്ത നോമ്പിനെ പറ്റി ബഹുമാനപ്പെട്ട ഹഫ്സത്ത് റളിയല്ലാഹു അൻഹ തെളിവിന്റെ ഭാര്യമാരിൽപ്പെട്ടാണല്ലോ. അന്തിസഈനി സിവാതിൻ വഫാത്തുൽ മുസ്തഫ ഖുയ്യർന വഖ്തൻ നബിയ്യൽ മുഖ്തഫ ആയിഷത്തും വഹഫ്സത്തും വസൗദ സോഫിയത്തും മൈമൂനത്തും വറംല എന്തും വസൈനബും കദാ ജുവൈരിയ ലിൽമുഅ്മിനീന ഉമ്മഹാത്തും മർളിയ. അവരെ ഭാര്യയാവുന്ന ഹഫ്സത്ത് റളിയല്ലാഹു അൻഹ റിപ്പോർട്ടിംഗ് ഹദീസിൽ കാണാം. ഖാലത്ത് അർബഉൻ ലം യദഉഹുന്ന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. മുത്തുനബി ഒഴിവാക്കാത്ത 4 കാര്യം അവരെ ജീവിതകാലത്ത് കണ്ടതാണ്. മുത്തുനബിയത്തെ 4 കാര്യവും ഒഴിവാക്കിയിട്ടില്ല ഒരൊറ്റ ദിവസവും. ഏതാണത്? സിയാമ യോമി ആശൂറ, ആശൂറ മുഹറം 10 ദിവസം മുത്തനബി ജീവിച്ച കാലത്തോളം ഒഴിവാക്കിയിട്ടില്ല. വസൗമി അയ്യാമിൽ വസൗമു അയ്യാമിൽ അശ്രീ, അതേമാതിരി തന്നെ ഹജ്ജ് മാസം 10 ദിവസത്തെ നോമ്പ്. വസിയാം സലാസത്തി അയ്യാമി മിൻ കുല്ലി ശഹ്റിൻ, എല്ലാ മാസത്തിലും 3 ദിവസത്തെ നോമ്പ് മുത്തനബി ഒഴിവാക്കിയിട്ടില്ല. വറകഅതാനി ഖബലൽ ഗദാത്തി, സുബ്ഹി നിസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കാരം മുത്തനബി ഒഴിവാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, ആ 2 റക്അത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂന സൂറത്തും അലം നസ്റഹ് ഓതുക. 2ാമത്തെ റക്അത്തിൽ അലം തറ കൈഫയും ഖുൽ ഹുവല്ലാഹു സൂറത്തും ഓതുക. എന്നാൽ ലം യമുസ്സുഹുൽ ബാസുറു, ഈ നിസ്കരിക്കുന്ന മനുഷ്യന് അർശസ് രോഗം, മൂലക്കുരു രോഗം പിടിപെടൂല എന്ന് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു ഫത്വൽ മുഅല്ലിൽ തന്നെ പറഞ്ഞു കാണാൻ കഴിയും. ഉണ്ടോ? അപ്പൊ 4 സൂറത്ത് ഓതിയിട്ടുള്ള നിസ്കാരാല് ഉന്മേഷമായി ആവേശമായി മുത്തനബിന്റെ ഉമ്മത്ത് മുത്തബിയുസുന്നത്താകുകയും ചെയ്ത് രോഗത്തിന്റെ ശമനവും വന്ന്. മാത്രമല്ല ഹദീസിൽ കാണാൻ സിഹർ ബാധിക്കൂല എന്നല്ല, ഒരു അപകടങ്ങളും ഒരു നാശങ്ങളും എത്തിപ്പെടൂല എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അല്ലാഹു തആല കൂട്ടത്തിൽ മുൾപ്പെടുത്തി തീർമാറാകട്ടെ. വറകഅതാനി ഖബലൽ ഗദാത്തി. മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ഷഖീഖ് അൽ-ഉഖൈലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ ഖാല അതൈതുൽ മദീനത, ഞാൻ മദീനത്ത് പോയി. മുത്തനബി കിടക്കുന്ന സ്ഥലമാണത്. ഫൈദ അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു, അപ്പോൾ അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവിനെ ഞാൻ അവിടെ കണ്ടു. മസ്ജിദ് അബൂദറിൽ നിന്ന് അവിടെ പള്ളി തന്നെ മദീനത്ത് കിഴക്ക് ഭാഗത്ത് പള്ളി തന്നെ ഉണ്ടാക്കി. കിഴക്ക് ഭാഗത്തല്ല, തെക്ക് ഭാഗത്ത് പള്ളി തന്നെ ഉണ്ടാക്കിയിട്ട് കാണാൻ കഴിയും. തെക്ക് ഭാഗത്താണ് ഹറമില് മദീന മുനവ്വറിന്റെ തെക്ക് ഭാഗത്ത്. എന്ത് അബൂദർ മസ്ജിദ് അബൂദറിൽ ഗിഫാരി അവരുടെ പേരിൽ. അങ്ങനത്തെ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു തന്നെ സാറ് അബൂദർ ഗിഫാരി, അബൂദർ ഗിഫാറിന്റെ റോഡ് എന്നൊക്കെ പേരിട്ട് കാണാം. ഏതായാലും അല്ലാഹു ഖൈറായി തെരുമാറാകട്ടെ. അപ്പൊ ഞാൻ അവരെ കണ്ടുമുട്ടി മദീനത്തെത്തിയപ്പോൾ. ആര് പറയാ? അബ്ദുല്ലാഹ് ഇബ്നു ഷഖീഖ് അൽ-ഉഖൈലി പറയും. ഫഖുൽതു, ഞാൻ വിചാരിച്ച് ല അൻദുറന്ന അലാ അയ്യി ഹാലിൻ ഹുവൽ യൗമ, ഇന്ന് അദ്ദേഹം ഏതവസ്ഥയിലാണ് എനിക്കൊന്ന് അറിയണമെന്ന് ഞാൻ വിചാരിച്ച്. നോമ്പേനാണോ അല്ലാണ്. ഫഖുൽതു ലഹു, അങ്ങനെ ഞാൻ അബൂദർ ഗിഫാറിനോട് ചോദിച്ചല്ല, ആ സ്വായിമുൻ അൻത, നിങ്ങൾ നോമ്പ് പറ്റുമെന്ന് ചോദിച്ചു. ഖാലന, അദ്ദേഹം പറഞ്ഞു, ഓ ഞാൻ നോമ്പേനാണ് എന്ന് പറഞ്ഞു. ആര്? അബൂദർ ഗിഫാരി. ഫഹും യന്തളിറുനൽ ഇദ്ന അലാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഞാൻ ആ ചെന്നപ്പോ ഇവരിലേക്ക് ഉമർ ഖത്താബിനൊന്ന് കാണാൻ ആൾക്കാരൊക്കെ പുറത്ത് നിൽക്കുക കൂട്ടത്തിലാണ്. ഫലമ്മാ ദഖലു, അങ്ങനെ അവരൊക്കെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ റൂമിലേക്ക് അങ്ങോട്ട് കയറിയപ്പോൾ ഉത്തീനാ ബിഖിസായിൻ, അങ്ങനെ ഞങ്ങൾക്ക് കൊണ്ടുവരപ്പെട്ടു എന്തൊരു പാത്രം. ആ പാത്രത്തിൽ കുറച്ച് കാരക്കുണ്ട്. ഫഅകല അബൂദറിൻ, അങ്ങനെ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ആ കാരക്കൊന്ന് എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഫഹറക്തുഹു ബിയദി ഉദക്കിറുഹു, ഞാൻ എന്റെ സംസാരിക്കാതെ ഞാൻ എന്റെ കൈ കൊണ്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കി നിറഞ്ഞ് തട്ടിയുണ്ടെന്ന്. നിങ്ങൾ നോമ്പാനല്ലേ പറഞ്ഞ, നിങ്ങൾ തിന്നുകയാണോ എന്നുള്ള ഒരു നെയ്യത്തില്. ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നി ലം അൻസ മാ ഖുൽതു ലക, എന്നോട് ഞാനെ പറഞ്ഞിട്ടല്ല നോമ്പാനാണ് എന്ന്. എന്നോട് മറന്നിട്ടില്ല മോനെ, നിന്റെ കൈയൽക്കേണ്ടതില്ല. അഖ്ബർതുക ഇന്നി സ്വായിമുൻ, ഞാൻ നോമ്പാനല്ലേ എന്നോട് പറഞ്ഞത്. അത് ഫഇന്നി അസൂമു മിൻ കുല്ലി ശഹ്രിൻ 3 അയ്യാമിൻ, ഞാൻ എല്ലാ മാസത്തിലും 3 ദിവസം നോമ്പ് വെക്കാറുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു ഷഖീഖ് അൽ-ഉഖൈലി
അതുകൊണ്ട് അബദൻ സ്വാമിൻ, അപ്പൊ ഞാൻ ഏത് കാലവും നോമ്പുകാരനാണ്. മാസത്തിൽ 3 ദിവസം നോമ്പ് പറ്റാ, 30 ദിവസം നോമ്പ് പറ്റാ കൂലിയില്ലേ. അപ്പൊ എല്ലാ ദിവസവും നോമ്പുള്ള മാതിരിയാണ് എന്ന്. അപ്പൊ ഫൈറഹാന്ന് വരുമ്പോ ഒരു തമാശ വെച്ചതാണ്, ഏതാണെങ്കിലും വേണ്ടിയില്ല, സത്യമാണ്. അപ്പോ ആ നിലക്കുള്ളൊരു ജീവിതം അവർക്കൊക്കെ ഉണ്ടായി. അപ്പൊ ഞമ്മക്കുണ്ടായിക്കണോ സുന്നത്ത് അമലുകളെ കഴിയുന്നിടത്തോളം കൂട്ടിക്കൊണ്ടേ നിൽക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് നമുക്കൊക്കെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.